അപ്പം നമ്മുടെ ഇന്നത്തെ കഥ പറയാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഇന്നത്തെ സിനിമ ഒരു മാരക സിനിമയായോണ്ടല്ല. ചില സമയങ്ങളിൽ ആക്ഷനും ത്രില്ലറൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു ഫണ്ണ് പടം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അത് വേറെ ലെവലാണ്. ചുമ്മാ ടെൻഷനൊന്നും ഇല്ലാണ്ട് ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത നല്ലൊരു സിനിമ. ഒരു ഭാര്യ, രണ്ട് ഭർത്താക്കന്മാര്, അതായത് മുൻ ഭർത്താവ്, ഇപ്പോഴത്തെ ഭർത്താവ്. ഇതിലെ മുൻ ഭർത്താവ് ഒരു പോലീസുകാരനാണ്, ഇപ്പോഴത്തെ ഭർത്താവാണെങ്കിൽ ഒരു മൃഗ ഡോക്ടർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭാര്യനെയും അവരുടെ മകളെയും തട്ടിക്കൊണ്ടു പോകുന്നത്. അതാരാണെന്നോ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ല. അവരെ കണ്ടെത്താനായിട്ട് ഈ മുൻ ഭർത്താവിനും ഇപ്പോഴത്തെ ഭർത്താവിനും ഒന്നിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെടുത്താൽ കണ്ടുകൂടാ. സോ ഒരു പോലീസുകാരനും മൃഗ ഡോക്ടറും ഒന്നിക്കുന്നു ഭാര്യനെയും മകളെയും കണ്ടെത്താനായിട്ട്. ഇതാണ് കഥ. സോ സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വരുന്ന വീഡിയോ ആണ് റോബറി പടങ്ങൾ. ആൻഡ് അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാനിടുന്ന ബാക്കിയുള്ള കണ്ടന്റ്സ്, അതായത് ബാക്കിയുള്ള ത്രില്ലർ സിനിമ അല്ലെങ്കിൽ മിസ്റ്ററി സിനിമകൾ, ഇതിനൊന്നും വ്യൂസ് ഇല്ല. വ്യൂസൊക്കെ ഭയങ്കര കുറവാണ്. അപ്പൊ ഈ റോബറി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഗുണമുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ റോബറി സിനിമകൾ മാത്രം ഞാൻ ഇട്ടുകൊണ്ടിരുന്ന, ഗ്രോത്ത് നോക്കിയിട്ട് ഇട്ടുകൊണ്ടിരുന്ന, അത് ബാക്കിയുള്ള ഓഡിയൻസിനോട് ചെയ്യുന്ന ഒരു ചതി കൂടിയാണ്. ഒക്കെ പോട്ടെ, ഒരുത്തരം ഇന്നലെ കമന്റ് ഇട്ടിരിക്കുന്നു, ബ്രോ റോബറിയിലോ വല്ല PhD എടുക്കണ്ടോന്ന്. ഞാനും തോന്നണ വല്ല കള്ളനോ. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, എല്ലാവരും എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കുക, എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല. ഇത്രയും കാലം തന്ന സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. യങ് ഗാങ്. ആയ കാലത്ത് ഈ സിറ്റി ഭരിച്ചിരുന്ന ഒരേ ഒരു ഗാങ്സ്റ്റർ. കുറച്ച് വർഷങ്ങളായിട്ട് അയാളിപ്പോൾ ജയിലിലാണ്. എന്നാൽ നാളെയാണ് റിലീസ്. പക്ഷേ താൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് പുറം ലോകത്ത് അരങ്ങേറുന്നത്. അതാണ് ഡോജുൺ. യങ് ഗാങ് ജയിലിലായപ്പോൾ ഈ സിറ്റിയെ ഡോജുൺ കൈക്കലാക്കി. ഒരു പുതിയ തരം സിന്തറ്റിക് ഡ്രഗ് കൊണ്ട് അവൻ മാർക്കറ്റ് കീഴടക്കി. അതോടുകൂടെ അങ്ങേർക്ക് വെച്ചടി കയറ്റായിരുന്നു. അയാൾ കാണാൻ ചുള്ളനാണേലും ഒരു പണ്ടാര പ്രാന്തന. ഈ ഡ്രഗ്സ് മാത്രമായിരുന്നില്ല ഡോജുന്റെ വിജയത്തിന്റെ രഹസ്യം. അതാണ് അങ്ങേരുടെ ഭാര്യ ലൂസി. ഡോജുണും ലൂസിയും ചേർന്ന് ഒരു AI സിസ്റ്റം കണ്ടുപിടിച്ചു. ഈ ലോകത്തെ തന്നെ കീഴടക്കാൻ കഴിവുള്ള ഒരു AI സിസ്റ്റം. അതും വെച്ചാണ് ലോകമെമ്പാടും അവൻ ഡ്രഗ്സ് സെയിൽ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൊച്ചെറുക്കൻ ഡോജുവിന്റെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് പർച്ചേസ് ചെയ്യുന്നത്. എല്ലാം ഓൺലൈൻ കളികളാണ്. എന്നാൽ ഇതും ട്രേസ് ചെയ്തുകൊണ്ട് ഒരു പോലീസുകാരൻ വന്നു, ചങ്സിക്. അയാൾ കാണുന്നത് പോലെയല്ല. തന്റെ മുമ്പിൽ നിൽക്കുന്നത് എത്ര വലിയ ശത്രുവാണേലും അവൻ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. അതും ജസ്റ്റ് ഒരു ഹാൻഡ് കഫ് വെച്ചിട്ട്. ഈ ഹാൻഡ് കഫ് വെച്ച് പെരുമാറലാണ് പുള്ളിക്കാരന്റെ സിഗ്നേച്ചർ ഐറ്റം. അങ്ങനെ ആ മാട്ടച്ചെറുക്കനെ പഞ്ഞിക്കിടുന്നു. ഡോജുന്റെ പ്രധാന കേന്ദ്രം മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ സമയത്താണ് യങ് ഗാങ് പുറത്തിറങ്ങുന്നത്. അവനെ വരവേൽക്കാൻ അവന്റെ എൻ്റെയർ ടീം ഉണ്ടാവുന്ന വിചാരിച്ചിരുന്നത്. എന്നാലില്ല, ആകെ കൂടെ വന്നിട്ടുള്ളത് 3 പേര് മാത്രം. ബാക്കിയുള്ളവരൊക്കെ എന്തിയെ? ആശാനെ, അത് പിന്നെ അറിഞ്ഞു, ഒരു ഡോജുൺ അല്ലേ? അവൻ ഈ സിറ്റി മൊത്തം ഭരിക്കുകയെന്ന് കേട്ടല്ലോ. അതെ ആശാനെ, ഒരു പ്രാന്തൻ ചെറുക്കനാ. അവനൊരു ഡ്രഗ് ഇറക്കി. ഇപ്പം നാട്ടിലുള്ള സകലമാന തലതെറിച്ചവന്മാരും അവൻ്റെ കൂടെയാണ്. പിന്നെ നമ്മുടെ ആൾക്കാർ, അവരുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. എല്ലാവരും പേടിച്ചുറച്ച് നാട്ടിൽ പോയി. സാരല്ല, എല്ലാം ഒന്നീന്ന് തുടങ്ങാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആ ഡോജുണ്ണെ ഒന്ന് കാണണം. അവനോട് പറ ഞാൻ വരുന്നുണ്ടെന്ന്. അങ്ങനെ യങ് ഗാങ്ങിൻ്റെ ആളുകൾ ഡോജുണ്ണെ കാണാൻ പോകുന്നു. അങ്ങേർക്കാണെങ്കിൽ അൾട്രാ പ്രോമാക്സ് പുച്ഛം. യങ് ഗാങ് ആരടാ അത് എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പോകുന്നു. ഇതറിഞ്ഞ പാട് യങ് ഗാങ് ആണെങ്കിൽ ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. അറിയില്ലെങ്കിൽ ആരാന്ന് അറിയിച്ചു കൊടുക്കാൻ അവൻ തയ്യാറാണ്. സോ ഡോജുണ്ണെ നേരിട്ട് കാണാൻ യങ് ഗാങ് അവന്റെ കമ്പനിക്ക് പോകുന്നു. അതാണെങ്കിൽ ഒരു കൂറ്റൻ ബിൽഡിംഗ് ആണ്. എന്തോന്നടേ ഇത്, കുത്തബ് മിനാറോ എന്നൊക്കെയാണ് യങ് ഗാങ് ചോദിക്കുന്നത്. ഇത്രയും വർഷക്കാലം ഗാങ്സ്റ്ററായിട്ട് ഇരുന്നിട്ട് അങ്ങേർക്ക് സാധിക്കാത്ത കാര്യം ഡോജുൺ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ യങ് ഗാങ് അകത്ത് കയറുന്നു. ദേഷ്യം ഉച്ചിയിൽ കയറിയിട്ടാണ് പോകുന്നത്. എന്നാൽ യാതൊരു കാര്യമില്ല. ഡോജുണ്ണെ കാണണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെന്റ് എടുക്കണം, വെയിറ്റ് ചെയ്യണം, പേരും അഡ്രസ്സും എഴുതി കൊടുക്കണം എന്ന് വേണ്ട സകലമാന റൂൾസും ഉണ്ട്. ഇങ്ങേരാണെങ്കിൽ ഇതൊക്കെ കണ്ട് അന്തം വിട്ടിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഡ്രഗ് ലോഡിനെ കാണാൻ അപ്പോയിൻമെന്റ്. നാട് വല്ലാതെ വളർന്നു എന്നുള്ളത് അങ്ങേർക്ക് ഇപ്പം മനസ്സിലായി. അങ്ങനെ ഒരു വിധത്തിൽ ഡോജുണ്ണയും ലൂസീനെയും കണ്ടു. അറിയാലോ, പുച്ഛം അൾട്രാ പ്രോമാക്സ്. യങ് ഗാങ് എന്നുള്ള പേര് കേട്ടേക്ക് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടും കൂടെ. പക്ഷെ എന്നിട്ടും യങ് ഗാങ് ചൂടാവുന്നില്ല. പകരം ഒരു ഓഫറാണ് കൊടുക്കുന്നത്. ഹലോ ബ്രദർ, നിന്നെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടു.
എൻ്റെ എക്സ്പീരിയൻസും നിന്റെ ബിസിനസ്സും കൊണ്ട് ഈ നാടിനെ നമ്മുടെ കാൽ കീഴിലാക്കാം. നീ റെഡിയാണോ? ഒരുമിച്ച് നിന്നാൽ രണ്ടു പേർക്കും ഗുണമുണ്ട്. ഇത് കേട്ടേക്ക് ഇവരാണെങ്കിൽ കളിയാക്കലോട് കളിയാക്കൽ. കളിയാക്കാന്ന് മാത്രമല്ല, അങ്ങ് പുറത്താക്കുന്നു. ഇതേ സമയം ചങ്സിക് ഡോജുന്റെ പ്രധാന കേന്ദ്രം റെയ്ഡ് ചെയ്യുന്നു. ഡോജുനെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ ഇതിനകത്ത് വേണ്ടോളുണ്ട്. അതിനോടൊപ്പം ഡോജുന്റെ ഗുണ്ടകളും. പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്. ഡോജുന്റെ ആൾക്കാരാണെങ്കിൽ ചെറിയ പിള്ളേരാണ്. അങ്ങനെ പോലീസുകാരും പിള്ളേരും കൂടെ ഏറ്റുമുട്ടുന്നു. ചങ്സിക്കാണെങ്കിൽ ഒരു 10-16 ഹാൻഡ് കഫും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതും വെച്ച് അടിയോടടി 3-4 പിള്ളേരെ ഒരുമിച്ചങ്ങ് ലോക്ക് ചെയ്യുന്നു. അതുകൊണ്ടൊന്നും നിർത്തുന്നില്ല. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് കയറുന്ന ഡോജുൺ നേരിട്ടിറങ്ങുന്നു പോലീസിന്റെ അണ്ടം കലക്കാനായിട്ട്. അങ്ങനെ പിള്ളേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയതിനു ശേഷം ചങ്സിക് ഡോജുന്റെ നേർക്ക് പോകുന്നു. അല്ല, ഇതാര്? ഡോജുണോ? ഒരു മിനിറ്റ്, ഈ സാധനം ഞാൻ എവിടെയാണ് വെച്ചത്? ആ, കിട്ടിപ്പോയി എന്നും പറഞ്ഞ് ഹാൻഡ് കഫാണ് ചങ്സിക് എടുക്കുന്നത്. അപ്പം എങ്ങനെയാ, തുടങ്ങല്ലേ എന്നും പറഞ്ഞ് രണ്ടും കൂടെ അടിയോടടി. ഡോജുൺക്കാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. പിന്നെ പുള്ളിക്കാരൻ ഒന്നും നോക്കിയില്ല, ഓടടാ ഓട്ടം. അങ്ങനെ ചങ്സിക് പിന്നാലെ പോകുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞ ഈ സിറ്റി ഇനി ഡ്രഗ്സ് കാണാൻ പോകുന്നില്ല. അങ്ങനെ രാത്രിയായി. ഗൈസ്, എല്ലാം റെഡിയല്ലേ? സെക്ടർ 1, സെക്ടർ 2, ഇന്നവനെ വിടാൻ പാടില്ല, പിടിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ് ലീ. ഇവന്റെ ഈ പ്ലാനിംഗ് ഒക്കെ കണ്ടാ തോന്നും ഇവൻ പോലീസാണെന്നും പിടികിട്ടാ പുള്ളീനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ലീ ഒരു ഒന്നാം തരം മൃഗഡോക്ടറാണ്. വയലന്റായ പട്ടീനെ പിടിക്കാനാ ലീ വന്നിരിക്കുന്നത്. മയക്കാനുള്ള സാധനമൊക്കെ കുഴലിട്ട് ഊതിയിട്ടാണ് അവൻ പട്ടികളെ പിടിക്കാറ്. പിടിക്കാന്ന് മാത്രമല്ല, അവർക്ക് എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം അങ്ങേര് ട്രീറ്റ് ചെയ്തു കൊടുക്കും. മൃഗങ്ങളായാലും മനുഷ്യരായാലും ജീവനല്ലേ. ഇതാണ് പുള്ളിക്കാരൻ്റെ ഒരു തോട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യങ്ജുവിനെ കാണിക്കുന്നത്. ക്യൂട്ടായിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുട്ടി. അവളുടെ അമ്മയാണ് സൈനെ, നമ്മുടെ ചങ്സിക്കിൻ്റെ ഭാര്യ, മകൾ. ഓ സോറി, ഭാര്യ എന്ന് പറഞ്ഞ എക്സ് വൈഫാണ് ട്ടാ. ഡിവോഴ്സ് ആണേലും ഇവർ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് യങ്ജുവിന് അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാണ്. അല്ല സൈനെ, നമ്മുടെ വെറ്റ് എന്ത് പറയുന്നു? മൃഗഡോക്ടറേ. അപ്പോഴാണ് ഒരു കാര്യം റിവീലാവുന്നത്. നേരത്തെ കണ്ട ലീ ഉണ്ടല്ലോ, മൃഗഡോക്ടർ, അങ്ങേരാണ് ഇവളുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ്. യങ്ജുൻക്ക് അയാളെ ഇഷ്ടമാണ്. സ്റ്റെപ്പ് ഫാദർ ആയാലും ശരി, സ്വന്തം അച്ഛനാണേലും ശരി, രണ്ടു പേർക്കും മകളെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഈ സമയത്താണ് ചങ്സിക് മകൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. ആപ്പിളിൻ്റെ വാച്ചാണ് ചോദിച്ചിരുന്നത്. കാശില്ലാത്തതുകൊണ്ട് പൈനാപ്പിളിൻ്റെ വാച്ചാണ് കൊടുക്കുന്നത്. എന്നാൽ നല്ല ഒറിജിനൽ ആപ്പിളിൻ്റെ വാച്ച് അവൾക്ക് ഓൾറെഡി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ലീയുടെ കയ്യിൽ നിന്ന്. തേണ്ടി ഇവിടെയും സ്കോർ ചെയ്തല്ലോ എന്നും വിചാരിച്ചാണ് ചങ്സിക് ഇരിക്കുന്നത്. അയാൾക്ക് ഇവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ ചങ്സിക് സ്റ്റേഷനിലെത്തി. ഈ സ്റ്റേഷൻ ഒരു വീടാക്കി മാറ്റിയിരിക്കുകയാണ് ചങ്സിക്. വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ് എന്ന് വേണ്ട സകലമാന സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു റിപ്പോർട്ടർ അവനെ കാണാൻ വരുന്നത്. അവളുടെ പേരാണ് ആറ. പോലീസിന്റെ കുറ്റവും കണ്ടെത്തി ന്യൂസ് ഉണ്ടാക്കലാണ് ഇവളുടെ പ്രധാന പരിപാടി. പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്ടമുണ്ട്, പ്രത്യേകിച്ച് ആറക്ക്. അങ്ങനെ ചങ്സിക് യങ്ജുവിൻ്റെ സ്കൂളിലോട്ടാണ് പോകുന്നത്. ഇന്ന് അവളുടെ സ്കൂളിലൊരു പരിപാടിയുണ്ട്, ഒരു കോണ്ടസ്റ്റ്. അതിനകത്ത് പ്രസംഗം പറയുന്നത് യങ്ജു ആണ്. അത് കാണാനാ ചങ്സിക് വന്നിരിക്കുന്നത്. പരിപാടി കാണാൻ വരുന്ന പേരൻസിന് ഇരിക്കാൻ വേണ്ടി മക്കളുടെ പേരിൽ ചെയർ ഉണ്ടാവും. അവിടെ അച്ഛനാന്നും പറഞ്ഞ് കയറിയിരിക്കുന്നത് ലീയാണ്. പിന്നെ പറയണ്ടല്ലോ, രണ്ടും കൂടെ കൊച്ചു കുട്ടികളെ പോലെ ചെയറിന് വേണ്ടി അടിയോടടി. അങ്ങനെ ഈ സമയത്താണ് ലീ സൈനേക്ക് വിളിച്ചു നോക്കുന്നത്. അവരെത്താറായിട്ടുണ്ട്. അപ്പോഴാണ് യങ്ജുവിന് ചുമ. സ്പീച്ചൊക്കെ ഉള്ളതല്ലേ, സോ തൊണ്ടവേദനക്ക് മരുന്ന് വാങ്ങിക്കാമെന്നും കരുതി മെഡിക്കൽ ഷോപ്പിലോട്ട് പോകുന്നു. ഇക്കാര്യം ലീനെ അറിയിക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. പരിപാടി ആരംഭിച്ചു. സൈനെ ആൻഡ് യങ്ജു ഇത്രയും നേരമായിട്ടും എത്തിയിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അപ്പോഴാണ് ഒരു ട്രേസ് ചെയ്യാൻ പറ്റാത്ത അൺനോൺ നമ്പറിൽ നിന്ന് ചങ്സിക്കിന് കോള് വരുന്നത്. ഹലോ, ചങ്സിക് അല്ലേ? നിങ്ങളുടെ ഭാര്യ, മകൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അവരെ വിട്ടയക്കാൻ ഒരേ ഒരു ഡിമാൻഡ് മാത്രം. എൻ്റെ ഹസ്ബൻഡ് ഡോജുൺ, അവനെ റിലീസ് ചെയ്യുക, ഞാൻ പറയുന്ന ലൊക്കേഷനിലെത്തിക്കുക. ഇതിൻ്റെ ഇടയിൽ വല്ല കണ്ണന്തിരിവും കാണിച്ച ഇവരുടെ കണ്ണുകൾ, നാക്ക്, കാലുകൾ എന്ന് വേണ്ട സകലതും ഞാൻ പീസാക്കും. ലൊക്കേഷൻ ഞാൻ വഴിയെ അറിയിക്കാം എന്നും പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്യുന്നു. ഇതൊക്കെ കേട്ടേക്ക് ചങ്സിക്കും ലീയും ആകെ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇവർ വേഗം തന്നെ സൈനെ അവസാനമായിട്ട് പോയ മെഡിക്കൽ സ്റ്റോറിലോട്ട് പോകുന്നു. എന്നാൽ പോകുന്ന സമയത്ത് ലീഡോട് വരണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. കാരണം വേറൊന്നുമില്ല, ഇവനൊരു സാധാരണ മൃഗഡോക്ടറാണ്, അല്ലാതെ പോലീസൊന്നുമില്ല. ലീ, നീ ഇപ്പോൾ വീട്ടിലോട്ട് പോ. നിന്റെ വൈഫിനെയും എൻ്റെ മകളെയും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ചങ്സിക്കെ, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല.
ഞാൻ നിങ്ങളുടെ കൂടെ വന്നിരിക്കും. സോ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലാന്ന് അങ്ങർക്ക് മനസ്സിലായി. അങ്ങനെ 2 പേരും കൂടെ യാത്ര തിരിച്ചു. ആ മെഡിക്കൽ ഷോപ്പേരാണെങ്കിൽ സംശയകരമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഈ സമയത്താണ് സ്റ്റോറിൻ്റെ ഫ്രണ്ടിലായിട്ട് സൈനയുടെ കാറ് കാണുന്നത്. അതിനകത്തൊരു ക്യാമറയുണ്ട്. അങ്ങനെ ആ ക്യാമറ ചെക്ക് ചെയ്യുന്നു. അതിനകത്തുണ്ട് ഭാര്യേനെയും മകളെയും തട്ടിക്കൊണ്ടുപോകുന്ന ലൂസിയുടെ ആൾക്കാർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൂസിയുടെ കോള് വരുന്നത്. ഇന്ന് കൃത്യം 9 മണിക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുക്കലെത്തണം. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ അന്തം വിട്ടിട്ടിരിക്കുകയാണ്. ഓൾറെഡി കേസും ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്ത ഡോജുണ്ണെ ഇറക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ ഇങ്ങേർക്ക് വേറെ വഴിയില്ല. ഞാൻ എങ്ങോട്ടാ അവനെ കൊണ്ടുവരേണ്ടത്? ലൊക്കേഷൻ ഡോജും തന്നെ പറയും, അങ്ങോട്ട് എത്തിച്ചാൽ മതി എന്നും പറഞ്ഞങ്ങ് കട്ട് ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് കയറിയലി പോലീസിനെ വിളിക്കാനിരിക്കുകയാണ്. പോലീസ് എങ്ങാനും ഇൻവോൾവ് ആയാൽ തീർന്നു. സോ ചങ്സിക് അതങ്ങ് തടയുന്നു. നീ എന്ത് മണ്ടത്തരി കാണിക്കുന്നത്? എന്നാൽ നീ എന്തേലും ചെയ്യ്. നിന്റെ ഒടുക്കത്തൊരു പോലീസ് പണി കാരണ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങേർക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. ഇനി ഒരേ ഒരു ഓപ്ഷൻ മാത്രം, ഡോജുൺ. എത്രയും വേഗം അവനെ പുറത്തിറക്കിയില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവും. എന്നാൽ അവിടെയാണ് പ്രശ്നം. കുറച്ച് സമയം കഴിഞ്ഞാൽ ഡോജുണ്ണെ കോടതിയിൽ ഹാജരാക്കും. എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് വേണം. നമുക്കവനെ പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ അവൻ കോടതിയിൽ എത്തരുത്. അല്ല ഞാനെന്താ ചെയ്യേണ്ടത്? നീയൊന്നുമില്ല. എടോ, ഇതൊരു ജോയിന്റ് ഇൻവെസ്റ്റിഗേഷനായിട്ട് നമുക്ക് അന്വേഷിക്കാം. താൻ ഡ്രൈവ് ചെയ്യോ? ഡ്രൈവ് ചെയ്യുമെന്ന് ആരേക്കാളും ബെറ്ററായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യും. എൻ്റെ പ്രധാന ഹോബി സ്പോർട്സാണ്. ക്ലൈംബിംഗ്, പാരാഗ്ലൈഡിംഗ്, അങ്ങനെ പലതുമുണ്ട്. മാങ്ങാത്തൊലി ഇതൊന്നുമല്ല ഞാനിപ്പോൾ ചോദിച്ച്. ഞാനിപ്പോൾ നമ്മുടെ പ്ലാനിനെ കുറിച്ച് പറയാം. ഞാൻ ഡോജുണ്ണയും ബാക്കിയുള്ള പോലീസുകാരെയും കൊണ്ട് കോടതിയിലേക്ക് യാത്ര ആരംഭിക്കും. ആ സമയത്തൊരു കാറ് കൊണ്ട് നീ ഞങ്ങളെ ഇടിക്കണം. യാത്ര തടയുക, അവനെ കൊണ്ടുപോവുക. ഇതാണ് പ്ലാൻ. പെർഫെക്റ്റ്. ഒരു കവിത പോലെ. നിങ്ങളുടെ വണ്ടിയെ ഒരു 135 ഡിഗ്രിയിൽ ഞാൻ മറിച്ചിടും. ആൻഡ് 100-110 സ്പീഡിലാണെങ്കിൽ സംഗതി പെർഫെക്റ്റ്. ജസ്റ്റ് ഒരു ഇടിയിടിക്കാനാണ് ചങ്സിക്ക് പറയുന്നത്. ഇവനെന്തോ കൊല്ലാൻ നോക്കുന്ന പോലെയാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഈ സമയത്താണ് ലീ മറ്റൊരു കാര്യം പറയുന്നത്. സൈനെ 3 മാസം പ്രഗ്നന്റ് ആണ്. അവളെന്താണ് എന്നും പറഞ്ഞ് കണ്ണും തള്ളിയിട്ടാണ് ചങ്സിക്കിരിക്കുന്നത്. അങ്ങനെ ചങ്സിക്ക് പറയാണ്, ഡേയ് നീ കൊണ്ടുവരാൻ പോകുന്ന കാറ് ഒരു പ്ലെയിൻ കാറായിരിക്കണം. ആരുടെയും അറ്റൻഷൻ ആ കാറിലോട്ട് വരാൻ പാടില്ല എന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ പ്ലാൻ പ്രകാരം ഡോജുണ്ണയും ബാക്കിയുള്ള പോലീസുകാരെയും കൂട്ടി ചങ്സിക്ക് യാത്ര തിരിച്ചു. എല്ലാ പോലീസുകാരോടും സീറ്റ് ബെൽറ്റ് ധരിക്കാനാ ചങ്സിക്ക് പറയുന്നത്. അങ്ങനെ സിഗ്നൽ എത്തി. ഇവിടെ വെച്ചാണ് അവരുടെ ആക്സിഡന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആരെയും അട്രാക്ട് ചെയ്യാത്ത കാറും കൊണ്ടാണ് വരാൻ പറഞ്ഞിരുന്നത്. എന്നിട്ട് വന്നിരിക്കുന്നത് പട്ടിയുടെ ചെവിയും വെച്ച ഒരു ഹെവി ഐറ്റം കൊണ്ട്. ഇവിടെ ലീ ഒടുക്കത്തെ പ്ലാനിങ്ങിലാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, എൻജിൻ പടപടാന്നിടിക്കുന്നു, ഗിയർ മാറ്റുന്നു, പറപ്പിക്കുന്നു. എന്നിട്ട് ടയറിൻ്റെ മുകളിൽ കൃത്യമായിട്ടുള്ള കണക്കിൽ ഒരു 35 സെൻറ്റിമീറ്റർ വീതിയിൽ ഇടിക്കുക. 135 ഡിഗ്രിയിൽ കാറിനെ ഫ്ലിപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ പ്ലാൻ. എന്നാൽ അടപ്പടലം പാളുന്നു. വണ്ടി ഇടിക്കുന്നത് പോയിട്ട് ഒന്നൊരതെന്ന് പോലുമില്ല. എന്നാൽ ഈ സമയത്താണ് ഇവരൊട്ടും പ്രതീക്ഷിക്കാണ്ട് പോലീസ് വണ്ടിയുടെ നേർക്ക് ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. പാഞ്ഞു വരുന്നൊരു കാറ് ഒരൊറ്റയിടി. അതോടുകൂടെ പോലീസ് വണ്ടി തകിടം മറിയുന്നു. സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് മാത്രം കൂടുതൽ പരിക്കുകളില്ലാണ്ട് രക്ഷപ്പെട്ടു. എന്തായാലും ലീനെ കൊണ്ട് സാധിക്കാത്ത ഏതോ ഒരുത്തൻ സാധിച്ചു. അത് വേറെ ആരുമില്ല, സാക്ഷാൽ യങ്കേങ്ങായിരുന്നു. അവനെ അപമാനിച്ചതിനുള്ള പക. പക്ഷെ അങ്ങേര് വിചാരിച്ചതുപോലെ ഡോജുൺ മരിക്കുന്നില്ല. ഡോജുണ്ണേയും കൊണ്ട് വേഗം തന്നെ ലീയുടെ കാറിൽ കയറുന്നു. 3 പേരും കൂടെ രക്ഷപ്പെടുന്നു. എങ്ങനെയാണേലോ പുറത്ത് കിടക്കാൻ സാധിക്കുന്നില്ല. വണ്ടിയിടിച്ച ആഘാതത്തിൽ ഡോർ ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങേര് ഒരു വിധത്തിലാണ് പുറത്ത് കിടക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും അവർ രക്ഷപ്പെട്ടു. ഇതേ സമയം പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഇതാണ് ഇവരുടെ ചീഫ്. പുള്ളിക്കാരനാകെ ഭ്രാന്ത് കയറിയിട്ടാണ് വരുന്നത്. ഒരു ഡ്രഗ് ലോഡാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്, അതും ഒരു പോലീസുകാരൻ്റെ കൂടെ. അത് മാത്രമല്ല, എങ്ങാണ് വണ്ടി ഇടിപ്പിച്ചതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. സോ ഇതൊരു ഡ്രഗ് വാർ ആകാം എന്നൊക്കെയാണ് ചീഫ് പറയുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ ഈ ചീഫ് ഉണ്ടല്ലോ, പുള്ളിക്കാരനൊരു പ്രത്യേകതയുണ്ട്. ആരും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ചിന്തിച്ചുണ്ടാക്കുക. അതും നല്ല അട്ടറ് മണ്ടത്തരങ്ങൾ. ഇവിടെ ലീനെ കണ്ടിട്ട് അവനേതോ ഡ്രഗ് ലോഡാണെന്നൊക്കെയാണ് അങ്ങേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആൻഡ് അങ്ങേരൊരു തിയറി ഉണ്ടാക്കുന്നു. ഗൈസ്, ചങ്സിക്കിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ചങ്സിക്കിനെ ഡോജുണ്ണെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഇവനൊരു ഡ്രഗ് ലോഡ് ആവാനാ സാധ്യത. ഇവിടെ ക്യാമറയിൽ ഇവരാണെങ്കിൽ പക്ക ഫ്രണ്ട്സിനെ പോലെയാണ് പെരുമാറുന്നത്. അതൊക്കെ കണ്ടിട്ടും ഈ മണ്ടൻ വേറൊരു തിയറി ഉണ്ടാക്കുന്നു. എല്ലാവരെയും ഒരുമിച്ച് പിടിക്കാനായിട്ട് ചങ്സിക് അഭിനയിക്കുകയാണ്, ആക്ട് ചെയ്യാണ്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ ചീഫ് ചങ്സിക്കിനെ കോൾ ചെയ്യുന്നു. ചങ്സിക്, എല്ലാം ഓക്കെ അല്ലേ? നീ സേഫ് അല്ലേ? സേഫ് അല്ലെങ്കിൽ ഇപ്പം സംസാരിക്കണ്ട.
നിന്റെ പ്ലാൻ എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇയാളിതെന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്നും വിചാരിച്ചാണ് ചങ്സിക്കിരിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് ലൂസീനെ കാണിക്കുന്നത്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് അവളൊരു കാര്യം മനസ്സിലാക്കുന്നത്. ചങ്സിക്ക് സൈനയുടെ എക്സ് ഹസ്ബൻഡാണെന്നും അവളുടെ കറണ്ട് ഹസ്ബൻഡ് ലീ ആണെന്നും. ഇതേ സമയം ചങ്സിക്കും ലീയും കൂടെ ഡോജുണിനെ ചോദ്യം ചെയ്യുന്നു. അങ്ങേരാണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറുന്നത്. ഇവരെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കുന്നതിനൊന്നും മറുപടിയില്ല. ഇവനെ സഹിക്കാൻ പറ്റാണ്ട് ലീ ഈ പട്ടികളുടെ കഴുത്തിലിടുന്നൊരു ആൻറ്റി ബാർക്ക് കോളറുണ്ട്. പട്ടികൾ വല്ലാതെ വയലൻ്റ് ആയാൽ അവരുടെ കൊര നിർത്താൻ വേണ്ടി ഇട്ടുകൊടുക്കുന്ന സാധന അതങ്ങ് ഇട്ടുകൊടുക്കുന്നു. ഒരു ബട്ടൺ അമർത്തുന്നു. ഇത്രയും നേരം വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഡോജുൺ മിണ്ടാതിരിക്കുന്നു. കാരണം ബട്ടൺ അമർത്തിയാൽ ഷോക്കടിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നത്. എന്താണ് ന്യൂസ് എന്നറിയാൻ വേണ്ടി മണം പിടിക്കുന്നുണ്ട് സാക്ഷാ ലാറ. അങ്ങനെ ലൂസി ഇവർക്ക് വീഡിയോ കോൾ ചെയ്യുന്നു. ലൂസി, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈഫിനെ മകളെയും എനിക്ക് കാണണം. ഡേയ്, നീ റിയൽ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മുൻ ഭർത്താവ് ഇപ്പോഴത്തെ ഭർത്താവിന് ഫോൺ കൊടുക്ക്. ഇത് കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ കിട്ടുന്നില്ല. ലീ ആണേലോ, ഹലോ, ഞാനാണ് പുതിയ ഭർത്താവ്, റിയൽ വൺ, അവൻ കാര്യമില്ല, ഫേക്കാ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടിനും കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ. സോ അവസരം കിട്ടിയാൽ മാക്സിമം അതങ്ങ് യൂട്ടിലൈസ് ചെയ്യും. ഈ സമയത്താണ് ഓണത്തിന്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞതുപോലെ ലൂസിയും ഡോജുണും കൂടെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലൂസി യങ് ജൂനെയും സൈനേനെയും കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ വൈഫിനെയും മകളെയും തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതാണ് നാബി. ഡോജുണ്ണയും കൊണ്ട് ഞങ്ങളുടെ ഓഫീസിൽ പോവുക, നാബിയെ കൊണ്ടുവരിക. ഇവർക്കാണെങ്കിൽ എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്താ കാര്യം എന്നൊക്കെ കുറെ ചോദിക്കുന്നുണ്ട്. എന്നാൽ നാബിയെക്കുറിച്ച് അവരധികം ചർച്ച ചെയ്യുന്നില്ല. അതെന്താന്നും ഏതാന്നും നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ രാത്രിയായി. യങ്കേങ്ങാണെങ്കിൽ ഇവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങേരുടെ ഷിങ്കടി ലീയുടെ വണ്ടി കണ്ടെത്തുന്നത്. അതപ്പം തന്നെ യങ്കേങ്ങിനെ ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാബി എന്ന് പറയുന്ന സാധനം എടുക്കാൻ വേണ്ടി ഡോജുണ്ട് ഓഫീസിലോട്ട് പോകുന്നത്. അതാണെങ്കിൽ ഇപ്പോൾ ഒരു ക്രൈം സീനാണ്. 24 മണിക്കൂറും പോലീസുകാർ കാവലുണ്ടാവും. കോൺസ്റ്റബിൾസാണ് നിൽക്കാറ്. അങ്ങനെ ചങ്സിക് അവരെ കാണാൻ പോകുന്നു. ഡേയ്, നീയൊക്കെ ഒരുപാട് ക്ഷീണിച്ചല്ലോ, പോയെ എന്തെങ്കിലും കഴിച്ചിട്ട് വാ എന്നും പറഞ്ഞ് ക്യാഷ് കൊടുക്കുന്നു. മേലുദ്യോഗസ്ഥനാണ് പറയുന്നത്. പോരാത്തതിന് ഫുഡ് കഴിക്കാൻ പൈസയും കൊടുക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, ഈ കോൺസ്റ്റബിൾ പിള്ളേര് ഭയങ്കര ഹാപ്പി. അങ്ങനെ അവർ പോകുന്നു. ആ ഗ്യാപ്പ് നോക്കി ഇവരകത്ത് കിടക്കുന്നു. എന്നാൽ ഇവരുടെ പിന്നാലെ തന്നെയുണ്ട് യങ്കാങ്ങിൻ്റെ ഷിങ്കടി. അവർ പറയുന്നതെല്ലാം രഹസ്യമായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. കേൾക്കാന്ന് മാത്രമല്ല, അതപ്പം തന്നെ യങ്കാങ്ങിന് പോകുന്നുണ്ട്. അങ്ങനെ ചങ്സിക്കും ടീമും കൂടെ ഡോജുണ്ട് ഓഫീസിലെത്തി. പാസ്വേഡ് അടിച്ചാലേ നാബി എന്ന് പറയുന്ന സാധനം പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെ പാസ്വേഡ് അടിക്കുന്നു. പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഉഗ്രൻ പാസ്വേഡാ. പുള്ളിക്കാരൻ അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. ആൻഡ് ആ ഡാൻസാണ് അതിൻ്റെ പാസ്വേഡ്. അങ്ങനെ നാബി പുറത്തേക്ക് വരുന്നു. ഇതാണ് ഇവൻ ഇത്രയും കാലം യൂസ് ചെയ്തിരുന്ന AI സിസ്റ്റം. ഇത് കണ്ടേക്ക് ചങ്സിക്ക് ചോദിക്കുകയാണ്, നീ ഇത്രയും കഷ്ടപ്പെട്ട് ഈ നാബിയെ സ്വന്താക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആവുമല്ലോ. അതേലോ, ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന വില 100 ബില്യൺസ് ആണ്. ഇത് കേട്ടേക്ക് എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് യങ്കാങ്. അങ്ങനെ യങ്കാങ് അവരുടെ പിന്നാലെ പോകുന്നു. ഇത് കണ്ടേക്ക് ചങ്സിക്കാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം സാക്ഷാൽ യങ്കാങ്ങിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് ചങ്സിക്കാണ്. എന്നാൽ റിലീസായതിനു ശേഷം എന്തിനാണ് ഇവരുടെ പിന്നാലെ വരുന്നതെന്ന് അങ്ങർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഡോജുൺ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. സോ യങ്കാങ് അവരെ വിടാൻ പോകുന്നില്ല എന്ന് ചങ്സിക്കിന് മനസ്സിലായി. പിന്നെ അവിടെ ഗംഭീര ചേസാണ്. അങ്ങനെ ചങ്സിക്ക് പറയാണ്, ലീ, ഇപ്പം കാണിക്ക് നിന്റെ 135 ഡിഗ്രി എന്താന്ന്, ഡ്രൈവിംഗ് എന്താന്ന്. ഇത് കേട്ടേക്ക് ലീ ആണെങ്കിൽ വല്ലാത്തൊരു ഡ്രിഫ്റ്റാണ് എടുക്കുന്നത്. ഇവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുണ്ടകളാണേലോ, അമ്പോ കൊള്ളാലോ എന്നും പറഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. ആരെയാണ് പിടിക്കാൻ വന്നതെന്ന് പോലും അവർക്ക് ഓർമ്മയില്ല. അത്രയും വലിയ മണ്ടന്മാരായിട്ടുള്ള ഗുണ്ടകളാണ് യങ്കാങ്ങും കൂട്ടരും. അല്ല, നമ്മൾ അവരെ പിടിക്കാനല്ലേ വന്നത് എന്നും പറഞ്ഞ് തിരിച്ചെടുക്കുന്നു, പിന്നാലെ പോകുന്നു. ഇതേ സമയം ലീ ആണേലോ വണ്ടിയുടെ സ്റ്റിയറിംഗ് അങ്ങ് മാറ്റുന്നു. ഇനി കാണാൻ പോകുന്നത് ലെവൽ 1 ഡ്രിഫ്റ്റാണ് എന്നും പറഞ്ഞ് മുന്നോട്ടെടുക്കുന്നു. അങ്ങനെ 2 വണ്ടികളും മുഖാമുഖം നിർത്തുന്നു. പിന്നതെ ഇതാണ് അവസ്ഥ. വണ്ടൻ ഷമീർ സൈക്കോളജിക്കൽ മൂവ് നടത്തുന്നു. കിടക്കട്ടെ ഒരു ഹൈലൈറ്റ്. നീ വിടറാ ലൈറ്റ് ഇട്ടു സാർ. അതാണ് കുറച്ച് കളർ ബൾബും കൂടെ വേണമായിരുന്നല്ലേ സാറേ. അങ്ങനെ ഹോണടിയും ബ്രൈറ്റഡിലൊക്കെ കഴിഞ്ഞ് വണ്ടി പുറകോട്ടെടുക്കുന്നു. യങ്കാങ് മുന്നോട്ടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗംഭീര ചേസാണ്. ലീക്കാണെങ്കിൽ യങ്കാങ്ങിന്റെ കാറിനെ ഒരു ചുവരിലേക്ക് ഇടിപ്പിക്കാനാണ് പ്ലാൻ. എന്നാൽ സാധിക്കുന്നില്ല. തലനാരിഴക്കാണ് അവർ രക്ഷപ്പെടുന്നത്. അങ്ങനെ ലീ വേഗം തന്നെ വണ്ടിയും കൊണ്ട് പോകുന്നു.
പെട്ടെന്നാണ് ഒരു പൂച്ച ഫ്രണ്ടിലോട്ട് വരുന്നത്. എന്നാൽ അതൊന്നും ഇങ്ങേർക്കൊരു പ്രശ്നമേ അല്ല. ഡോജുണും ചങ്സിക്കും കൂടെ പൂച്ച പൂച്ച എന്നും പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലീ ഈസി ആയിട്ട് പൂച്ചയുടെ മേളിലൂടെ അങ്ങ് വണ്ടിയും കൊണ്ടങ്ങ് പോകുന്നു. പൂച്ചയാണേലോ അന്തം വിട്ട് മേളിലോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ലീ പറയാണ്, ഇനി കാണാൻ പോകുന്നത് ലെവൽ 2 ഡ്രിഫ്റ്റാണ് എന്നും പറഞ്ഞ് തിരിയോട് തിരി. എന്നാൽ സ്റ്റിയറിംഗ് കയ്യിൽ പോരുന്നു. പിന്നെ അവിടെ അലർച്ചയാണ്. എന്തോ ഭാഗ്യത്തിന് നിർത്തിയിട്ട വണ്ടിയുടെ മേളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു. ഈ ഒരു ഗ്യാപ്പിൽ ഡോജുൺ നാബിയെ കൈക്കലാക്കുന്നു, രക്ഷപ്പെടുന്നു. ഇത് കണ്ടേക്ക് ചങ്സിക്കാണെങ്കിൽ പിന്നാലെ പോകുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് യങ്കാങ്ങും അങ്ങോട്ടെത്തുന്നത്. സോ അങ്ങേരും ഓടടാ ഓട്ടം. ലീ ആണെങ്കിൽ പതുക്കെയാണ് ഓടുന്നത്. ഓടി ഓടി യങ്കാങ്ങിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നതെ ഇതാണ് അവസ്ഥ. അങ്ങനെ ചങ്സിക്കും ലീയും കൂടെ പിന്നാലെ ഓടിയിട്ട് യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡോജുൺ ഓടി ഓടി ഒരു കുന്നിന്റെ മേളിൽ എത്തിയിട്ടുണ്ട്. അങ്ങോട്ടതാ യങ്കാങ് വരുന്നു, അതും ഗണ്ണും പൊട്ടിച്ചോണ്ട്. ഈ ഗൺ ഷോട്ടിന്റെ സൗണ്ട് കേട്ടേക്ക് അങ്ങോട്ട് ഓടുകയാണ് ചങ്സിക്കാൻ ലീ. യങ്കാങ്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വെറുതെ വിട്ടാ ഈ നാബിയെ ഞാൻ നിനക്ക് തരും. എന്നാൽ അയാൾക്കതൊന്നും ആവശ്യമില്ല. അവനെ കളിയാക്കിയതിനുള്ള പക അങ്ങ് തീർക്കുന്നു. ഗണ്ണെടുക്കുന്നു, പൊട്ടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഡോജുണ്ണാണേലോ ആ കുന്നിന്റെ മേളിൽ നിന്ന് താഴോട്ടാണ് പോകുന്നത്. അങ്ങനെ ചങ്സിക്കാൻ ലീ ആ കുന്നിന്റെ മേളിൽ എത്തിയിട്ടുണ്ട്. അവർ നോക്കുമ്പോൾ നാബി അവിടെ തന്നെയുണ്ട്. എന്നാൽ ഡോജുൺ ഏതോ മരത്തിന്റെ മേളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ബോധമില്ല. ഇവനെങ്ങാനും മരിച്ച സൈനയുടെയും യങ്ജുവിൻ്റെയും കാര്യം പിന്നെ പോക്കാം. അവരെന്തായാലും കൊല്ലപ്പെടും. അത് നടക്കാൻ പാടില്ല. സോ രണ്ടും കൽപ്പിച്ച് ക്ലൈംബിങ്ങിന് യൂസ് ചെയ്യുന്ന റോപ്പും കൊണ്ട് താഴോട്ടിറങ്ങുന്നു. ലീ ആണെങ്കിൽ സ്പോർട്സിൽ ക്യാമനാണല്ലോ, അതുകൊണ്ട് അങ്ങേരുടെ വണ്ടിയിലില്ലാത്ത സാധനങ്ങളില്ല. അങ്ങനെ റോപ്പും കൊണ്ട് താഴേക്കിറങ്ങുന്നു. ഇങ്ങേര് മരിച്ചോ ഇല്ലേ ഒന്നും അറിയില്ല. അങ്ങനെ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിപ്പിച്ച് നോക്കുന്നു. സോ ജീവനുണ്ടെന്ന് മനസ്സിലായി. പിന്നെ പറയണ്ടല്ലോ, കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റുന്നു. എന്നാൽ കയറ്റുന്ന സമയത്ത് തലയാണെങ്കിൽ എല്ലാ കല്ലിൻ്റെ മേളിലും ഇടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ മേളിലോട്ട് കയറ്റുന്നു. ഇതേ സമയം യങ്കാങ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എന്നാൽ അപ്പോഴാണ് വലിയൊരു മണ്ടത്തരം കാണിച്ചു എന്നുള്ളത് അങ്ങർക്ക് മനസ്സിലാവുന്നത്. പ്രതികാരം മാത്രമേ തീർത്തിട്ടുള്ളൂ. 100 ബില്യൺസ് വിലമതിക്കുന്ന നാബിയെ അയാൾ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. ഇതറിഞ്ഞപാട് കൂടെയുള്ള ഗുണ്ടകളാണെങ്കിൽ താൻ എവിടുത്താശാനാടോ മണ്ട മരമണ്ട എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡോജുൺക്കാണെങ്കിൽ ബോധമില്ല. എത്രയും വേഗം ദേഹത്തുള്ള ബുള്ളറ്റ് മാറ്റിയില്ലെങ്കിൽ പണി കിട്ടും. ഹോസ്പിറ്റലിലോട്ടാണെങ്കിൽ പോവാനും പറ്റില്ല. ഇനിയിപ്പോൾ ഒരേ ഒരു ഓപ്ഷൻ മാത്രം, മൃഗ ഡോക്ടറായ ലീ. എടോ ഇത് മനുഷ്യനാ, പട്ടിയല്ല, എനിക്ക് പറ്റില്ല. ലീ, ഇവനൊരു പട്ടിയാണ്, പറഞ്ഞാൽ കേൾക്കാത്തൊരു പന്ന പട്ടി. അങ്ങനെ വിചാരിച്ചൊന്ന് ചെയ്തു നോക്ക് എന്നും പറഞ്ഞ് ബുള്ളറ്റ് എടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ബുള്ളറ്റ് എടുത്തു. സ്റ്റിൽ അങ്ങർക്ക് ബോധമില്ല. സോ CPR കൊടുക്കുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. സാധാരണ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ CPRന്റെ ഭാഗമായിട്ട് ഒരു മെഷീൻ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരച്ചിട്ട് ഇങ്ങനെ വെക്കുമല്ലോ, ആ സാധനം. ഇവരുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് മറ്റേ ആൻറ്റിബാർക്കിന്റെ സാധനം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഹാർട്ടിന് പവർ കൊടുക്കുന്നത്. അങ്ങനെ കുറേ നേരത്തെ പരീക്ഷണത്തിന് ശേഷം ഡോജുൺ രക്ഷപ്പെട്ടു. അതുമാത്രമല്ല അങ്ങർക്ക് ബ്ലഡ് അടക്കം കൊടുക്കുന്നു. ഇതേ സമയം യങ്കാങ് എവിടെ വെച്ചാണോ ഡോജുണിനെ ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നു. എന്നാൽ അവിടെ നാബിയുമില്ല, ഡോജുണുമില്ല. നാബിയെ ഓൾറെഡി നമ്മളുടെ പിള്ളേര് കൈക്കലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ സമയത്താണ് ചങ്സിക് ലീഡോടൊരു കാര്യം ചോദിക്കുന്നത്. അല്ല, നീയും സൈനയും എങ്ങനെയാണ് പ്രണയത്തിലാവുന്നത്? ഒരു ദിവസം റോഡിൽ ആക്സിഡൻ്റ് ആയിട്ട് കിടന്ന ഒരു പട്ടീനെയും കൊണ്ട് ഒരു സ്ത്രീ എൻ്റെ അടുക്കലെത്തി. അവിടെയുള്ള ഒരാൾ പോലും ആ പട്ടീനെ മൈൻഡ് ചെയ്തിരുന്നില്ല. അതൊരു ജീവനാന്ന് മനസ്സിലാക്കി എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവളാണ് സൈനെ. ഇതൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടുതലായിട്ട് അങ്ങടുക്കുന്നു. സത്യം പറഞ്ഞ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത രണ്ടു പേർക്കും എവിടെയോ ഒരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ ഇത്രയും നേരം ഒരുമിച്ചാണ് യാത്ര ചെയ്ത്. ആ യാത്ര അവരെ വല്ലാതെ മാറ്റിമറിച്ചു. അങ്ങനെ ഈ സമയത്താണ് ഡോജുൺ ഒന്ന് കണ്ണുറക്കുന്നത്. അവൻ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഡേയ്, നിന്റെ കഥകളൊക്കെ ഞാൻ കേട്ടു, എന്നാ നീയും പറ നിന്റെ കഥ. ഇത് കേട്ടേക്ക് ഡോജുൺ അവൻ്റെ കഥയങ്ങ് പറയുന്നു. ഒരു IT എക്സ്പേർട്ടായിരുന്നു ലൂസി. വലിയൊരു കമ്പനിയിലാണ് അവൾ ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ആ കമ്പനിയിലേക്ക് അലമ്പുണ്ടാക്കാൻ ഒരുത്തം വന്നു, സാക്ഷാൽ ഡോജുൺ. ആ ഒരൊറ്റ പോയിന്റ് വെച്ച് ലൂസിക്കൊരു കാര്യം മനസ്സിലായി. പൊട്ടിത്തെറിച്ച് വരുന്ന ഡോജുൻ്റെ ഉള്ളിൽ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മുഖമുണ്ട്. ആ ഒരു നേച്ചറാണ് ലൂസിയുടെയും. സോ രണ്ട് ക്രിമിനൽ മൈൻഡുള്ള വ്യക്തികൾ ഒരുമിച്ചു കാശുണ്ടാക്കാനായിട്ട്. ഇതാണ് അവൻ്റെ കഥ. ക്രിമിനൽ മൈൻഡൊക്കെ തന്നെയാണ്, പക്ഷെ സൈനേനെയും യങ്ജുവിനെയും അവരൊന്നും ചെയ്യില്ല. ഡോജുണ്ണെ വെറുതെ വിട്ടാൽ അവരെയും വിടും, അത്രയുള്ളൂ. അല്ലാണ്ട് കൊല്ലും കൊലവിളിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാട്ടാ. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഒട്ടും വയ്യാത്ത യങ്ജുവിനോട് കരുണ കാണിക്കുകയാണ് ലൂസി. അങ്ങനെ ചങ്സിക്കും ലീയും കൂടെ ഡോജുണ്ണയും കൊണ്ട് ലൂസിയുള്ള ലൊക്കേഷനിലെത്തി.
എന്നാൽ ഇവർ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. ആ സ്ഥലം ആ കലങ്കോലായിട്ടാണ് കിടക്കുന്നത്. അതുമാത്രമല്ല, ലൂസിയുടെ ഗുണ്ടകളുടെ കാര്യത്തിൽ ആരോ തീരുമാനാക്കിയിട്ടുണ്ട്. ആൻഡ് അവിടെ ലൂസിയുമില്ല, സൈനയില്ല, യങ്ജുമില്ല. ഇവർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ല. ഈ സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത്. വിളിക്കുന്ന വേറെ ആരുമില്ല, യങ്കാങ്. ഹലോ ചങ്സിക്, ഓർമ്മയുണ്ടോ നിനക്കെന്നെ? അങ്ങനെ മറക്കാൻ പറ്റുമോ യങ്കാങ്? 10 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ ജയിലിലടച്ചത് ഞാനല്ലേ? ചുമ്മാ പിടയ്ക്കാതറ. നിന്റെ ഭാര്യ, മകൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ മോനെ ഡോജുൺ, നിന്റെ ഭാര്യ ഉണ്ട് ഇവിടെ. ഇവരെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ആ നാബി എന്ന് പറയുന്ന സാധനവും കൊണ്ട് യോനാൻ പേരിലെ വെയർ ഹൗസ് 3-ലെത്തണം. ഇതൊക്കെ കേട്ടിട്ട് ഇവർക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. ഇതേസമയം ചീഫിനെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ മുന്നോട്ട് പോകും തോറും ചങ്സിക്കിനെ സംശയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആറ ചങ്സിക്കിൻ്റെ ലോക്കർ ഒന്ന് ചെക്ക് ചെയ്യുന്നത്. അതിനകത്തുണ്ട് മറ്റേ പൈനാപ്പിൾ വാച്ച്. 2 വാച്ചുകളാണ് തൻ്റെ മകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ തൊന്ന് ചങ്സിക്ക് ലോക്കറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്നാണെങ്കിൽ SOS സിഗ്നലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും മകളുടെ ബാഗിലിരിക്കുന്ന വാച്ചിൽ നിന്ന്. അങ്ങനെ ചങ്സിക്, ലീ, ഡോജുൺ യോനാൻ പേരിൽ എത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് ചങ്സിക് ലീയോടൊരു കാര്യം പറയുന്നത്. ലീ, നീ വരണ്ട. യങ്കാങ്ങിന് എന്നെക്കുറിച്ച് മാത്രമേ അറിയൂ. സൈനയുടെ കറണ്ട് ഹസ്ബൻഡ് ആരാന്ന് അറിയില്ല. പുള്ളിക്കാരനിത് പറയുന്നത് ലീക്കൊന്നും പറ്റാണ്ടിരിക്കാനാ. കാരണം അവരിപ്പോൾ കൂട്ടുകാരാണ്. കൂട്ടുകാരൻ്റെ ലൈഫ് വെച്ച് റിസ്ക് എടുക്കാൻ ചങ്സിക്ക് ഒട്ടും തയ്യാറില്ല. പക്ഷെ ഇങ്ങേരാണെങ്കിൽ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. പിന്നെ ചങ്സിക്ക് ഒന്നും നോക്കിയില്ല. പട്ടികളെ മയക്കുന്ന മരുന്നുകൊണ്ട് അവൻ്റെ ആസനത്ത് കുത്തുന്നു, മയക്കുന്നു. എന്നിട്ടവൻ വേഗം തന്നെ ചീഫിനാണ് ഫോൺ ചെയ്യുന്നത്. ആൻഡ് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ചീഫ്, ഞാൻ 2 കൽപ്പിച്ച് അകത്ത് കയറുക. 3 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. എന്നിട്ടും ഞാൻ പുറത്തു വന്നില്ലെങ്കിൽ സർ ബാക്കിയുള്ള പോലീസുകാരും കൊണ്ട് ഇവിടെ എത്തണം എന്നും പറഞ്ഞിറങ്ങിത്തിരിക്കുന്നു യങ്കാങ്ങിനെ ഇല്ലാണ്ടാക്കാൻ. ഇതേസമയം സൈനേനെയും ലൂസീനെയാണ് കാണിക്കുന്നത്. ഇവരൊരുമിച്ച് നിന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് 2 പേർക്കും മനസ്സിലായി. ആൻഡ് സൈനെ ജൂഡോ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ 2 പേരും കൂടെ ഒരു പ്ലാൻ അങ്ങ് തയ്യാറാക്കുന്നു. അതും ഒരു ക്ലീഷേഡ് വൺ. ഇവരെ നോക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത് യങ്കാങ്ങിൻ്റെ ഷിങ്കിടീനെയാണ്. അവനെ മണ്ടനാക്കാൻ വളരെ എളുപ്പമാണ്. വയറുവേദന, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ആ സെല്ലങ്ങ് തുറപ്പിക്കുകയാണ് ലൂസി. ആ ഒരു ഗ്യാപ്പ് നോക്കി സൈനെ ജൂഡോ യൂസ് ചെയ്യുന്നു. പക്ഷെ രക്ഷപ്പെടാൻ അവരെ കൊണ്ടാവുന്നില്ല. പിന്നെ അവരൊന്നും നോക്കിയില്ല. എത്രയും വേഗം യങ്ജുവിനോട് ഓടാനാ പറയുന്നത്. അങ്ങനെ യങ്ജു പുറത്തു കിടക്കുന്നു. എന്നാൽ അവളുടെ പിന്നാലെ തന്നെയുണ്ട് യങ്കാങ്ങിൻ്റെ ആള്. ഈ സമയത്താണ് ആറ വരുന്നത്. അതും വാച്ചിലെ ലൊക്കേഷൻ നോക്കിയിട്ട്. അല്ല, നിങ്ങളാരാ? എൻ്റെ പേര് ആറ. നിന്റെ ഫ്യൂച്ചർ സ്റ്റെപ്പ് മോമായിട്ട് വരും എന്നും പറഞ്ഞ് ഒരു ബോട്ടിനകത്ത് അവളെ സേഫായിട്ട് ഒളിപ്പിക്കുന്നു. എന്നിട്ട് 2 കൽപ്പിച്ച് ഈ ഗുണ്ടയുടെ നേർക്കങ്ങ് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീക്ക് ബോധം വരുന്നത്. ആ സമയത്താണ് അങ്ങേർക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അതും യങ്ജുവിൻ്റെ കൈയിൽ കെട്ടിയ ഒറിജിനൽ ആപ്പിൾ വാച്ചിന്ന്. ആ വാച്ച് ഓണായിട്ടുണ്ട്. ലൊക്കേഷൻ കാണിക്കുന്നത് വെയർ ഹൗസ് 3-ലല്ല 2-ലാണ്. സോ 3 എന്ന് പറയുന്നത് ചതിയാണ്. അങ്ങോട്ടാണ് 2 കൂടെ പോയിട്ടുള്ളത്. ഇവരുടെ പുറകിൽ 2 ഗുണ്ടകളുണ്ട്. അതും അവരുടെ തലക്കടിക്കാനായിട്ട്. അപ്പോഴാണ് ലീ കുഴൽ വെച്ച് ഊതി പട്ടീനെ പിടിക്കുന്ന രീതി ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം ഇവർ രക്ഷപ്പെട്ടു. അങ്ങനെ ലീ ഈ ചതിയെക്കുറിച്ച് അവരോട് പറയുന്നു. പിന്നെ അവരൊന്നും നോക്കിയില്ല. 3 പേരും കൂടെ സ്ലോ മോഷനിൽ തൻ്റെ ഭാര്യമാരെ രക്ഷിക്കാൻ പോകുന്നു വെയർ ഹൗസ് 2-ലോട്ട്. എന്നാൽ അതായിരുന്നു യഥാർത്ഥ ചതി. ഒറിജിനൽ ആപ്പിൾ വാച്ച് ഓൾറെഡി യങ്കാങ്ങിൻ്റെ കയ്യിലുണ്ട്. അതും വെച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതാണ് പ്ലാൻ. അവിടെയാണെങ്കിൽ ഒരു പട തന്നെയുണ്ട്. അവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ ഇവരെ കൊണ്ടാവുന്നില്ല. അങ്ങനെ ചങ്സിക്കിനെയും ലീനെയും ഒരു വെയർ ഹൗസിനകത്ത് പൂട്ടിയിടുന്നു. ഫിഷ് സ്റ്റോർ ചെയ്യുന്ന വെയർ ഹൗസ് ആണിത്. വിച്ച് മീൻസ് അതൊരു ഫ്രീസറും കൂടിയാണ്. ഹലോ ചങ്സിക്, കുറെ കാലമായല്ലോ കണ്ടിട്ട്. നിനക്കൊരു കാര്യം അറിയോ? ജയിലിനകത്തെ വിൻ്ററൊക്കെ ആകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. ആ ഒരു അവസ്ഥ എന്താണ് ഞാൻ ഇപ്പം കാണിച്ചു തരാം എന്നും പറഞ്ഞ് -40 ഡിഗ്രിയിലോട്ടാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ പറയണ്ടല്ലോ, 2 പേരും തണുത്ത് മരവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യങ്കാങ് പുറത്തേക്ക് പോകുന്നു. അവരുടെ മുഖത്തൊരു പ്ലാസ്റ്റിക് ബാഗ് കെട്ടിയിട്ടുകൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ പതുക്കെ പതുക്കെ ശ്വാസം ഇല്ലാണ്ടാവും. 2 കൈകളും കെട്ടിയിട്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ സമയത്താണ് ചങ്സിക്കിന് ഒരു ബുദ്ധി തോന്നുന്നത്. അത്താണ് കാലുകൾ. ഷൂ ഊരുന്നു. ലീയുടെ വായിലോട്ട് കാലങ്ങ് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഷോക്സ് ഊരാനാ പറയുന്നത്. അതുകൊണ്ട് കാല് ഫ്രീ ആയിട്ടുണ്ട്. അങ്ങനെ ആ കാലുകൊണ്ട് പ്ലാസ്റ്റിക് കവറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു. ബ്രീത്ത് എടുക്കുന്നു. ഇത് തന്നെയാണ് തിരിച്ചും ചെയ്യുന്നത്. എന്നാൽ ലീയുടെ ഷോക്സ് നാറിയിട്ട് വയ്യ. എന്നാൽ ചെയ്തല്ലേ പറ്റുള്ളൂ. സോ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ ഫൈറ്റ് ചെയ്യാൻ പോയ ആറേനെ അവർ പിടിച്ചുകൊണ്ടുവരുന്നു. അങ്ങനെ ലീ കെട്ടഴിക്കാനുള്ള മാരക ശ്രമത്തിലാണ്. അവനൊരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറുന്നത്. ഒരു ഷെൽഫിൻ്റെ മുകളിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്.
അങ്ങനെ വലിച്ച് ആ ഷെൽഫോടുക്കനെ ചങ്സിക്കിന്റെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് അവന്റെ കയ്യിലെ കയറ് കടിച്ചങ്ങ് മുറിക്കുന്നു. അങ്ങനെ രണ്ടുപേരുടെയും കെട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി ഇവിടുന്ന് പുറത്തു കിടക്കണം. എന്നാൽ അതത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. ഇതൊരു ഇരുമ്പ് ഡോറാ, ചുമ്മാ അങ്ങനെ ചവിട്ടിപ്പൊളിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇവരൊന്നും നോക്കിയില്ല, കമ്പിപ്പാരി എടുക്കുന്നു, അടിച്ച് തകർക്കാൻ നോക്കുന്നു. എന്നാൽ രണ്ടു പേർക്കും ഷോക്കാണ് കിട്ടുന്നത്. എത്ര അടിച്ചിട്ടും എർത്തടിക്കാന്നല്ലാണ്ട് ഒരു കാര്യമില്ല. രണ്ടുപേരും തണുത്ത് മരവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മുഴുവൻ സാധനവും കൊണ്ട് പുതച്ചു മൂടിയിരിക്കുന്നു. ഇതേസമയം യങ്യാങ്ങിനെയാണ് കാണിക്കുന്നത്. അങ്ങേരാണെങ്കിൽ ഡോജുണിനെയും ലൂസീനെയും ആറേനെയും സൈനേനെയും കഴുത്തിൽ കുരുക്കിട്ട് നിർത്തിയിരിക്കുകയാണ്. മോനെ ഡോജുൺ, നീ എങ്ങനെയാടാ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും വലിയ ഡ്രഗ് ലോഡായത്? സത്യം പറ, ആരടാ നിന്നെ സഹായിക്കുന്നത്? ഇത് കേട്ടേക്ക് നാബി എന്നാണ് പറയുന്നത്. ഈ നാബി എന്താണോ ഏതാണോ യങ്യാങ്ങിന് ഒരു പിടുത്തവുമില്ല. വില മതിക്കുന്ന ഒരു ടെക്നോളജി, അത്രയുള്ളൂ അങ്ങേർക്ക്. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് ബിസിനസ് നടത്താനേ ഒരു AI സിസ്റ്റത്തിൻ്റെയും ആവശ്യമില്ല എന്നും പറഞ്ഞങ്ങ് തകർക്കുകയാണ് നാബിയെ. ഇതേ സമയം ലീനയും ചങ്സിക്കിനെയാണ് കാണിക്കുന്നത്. ഭാര്യേനെയും മകളെയും വിട്ടുകൊടുക്കാനും തണുത്ത് മരവിച്ച് ചാവാനും അവർ തയ്യാറല്ല. അതുകൊണ്ട് ആ വാതിൽ പിന്നെയും തുറക്കാൻ നോക്കുന്നു. ഷോക്കടിക്കുന്നത് മൈൻഡ് ചെയ്യാണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യങ്യാങ് ലൂസിയെ കൊല്ലാൻ വേണ്ടി കത്തിയെടുക്കുന്നത്. ഇത് കണ്ടേക്ക് ഡോജുൺ അവൻ്റെ മുഴുവൻ ശക്തിയും പുറത്തെടുക്കുന്നു. എന്നിട്ട് കയ്യിൻ്റെ മേളിലുള്ള കയറ് അങ്ങില്ലാണ്ടാക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഗംഭീര ഫൈറ്റാണ്. യങ്യാങ്ങിനെ ചാടി ചവിട്ടുകയാണ് ഡോജുൺ. എന്നിട്ട് വേഗം തന്നെ ലൂസിയെ മോചിപ്പിക്കുന്നു. എന്നാൽ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെ അത്രയും അധികം ഗുണ്ടകളുണ്ട്. അവരെയൊക്കെ ഒറ്റയ്ക്ക് അടിച്ചിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ ആറ, സൈനെ, ലൂസി അവരും കൂടെ രംഗത്തിറങ്ങുന്നു. സ്റ്റിൽ ഒരു രക്ഷയില്ല. ഈ സമയത്താണ് ആ ഡോറും പൊളിച്ചുകൊണ്ട് ഒരു മാസ് എൻട്രി, അതും നമ്മുടെ പിള്ളേരുടെ വക. ഡോക്ടർ എടുക്കൊരു 135 ഡിഗ്രി എന്നും പറഞ്ഞ വണ്ടി അങ്ങ് കറക്കുകയാണ്. ചങ്സിക്കിന്റെ കയ്യിലാണെങ്കിൽ ഐസായൊരു മീനുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരുടെയും തലക്കടിക്കുന്നു. പിന്നെ അവിടെ ഒരു കൂട്ടത്തല്ല. ഭാര്യമാരും ഭർത്താക്കന്മാരും കൂടെ ഗുണ്ടകളുടെ അണ്ടം കലക്കുന്നു. ഇങ്ങോട്ട് കുറെ കിട്ടുന്നുണ്ടെങ്കിലും തിരിച്ചങ്ങോട്ടും കൊടുക്കുന്നുണ്ട് രണ്ടിരട്ടി. അങ്ങനെ അവസാനം യങ്യാങ്ങിനെ പിടികൂടുന്നു. എന്നാൽ അപ്പോഴാണ് അടുത്ത പ്രശ്നം. ലൂസി ആൻഡ് ഡോജുൺ ഈ തല്ലിൻ്റെ ഇടയിൽ ആരും അറിയാണ്ട് രക്ഷപ്പെട്ടു. എന്തായാലും യങ്യാങ്ങിൻ്റെ കൂടെ അവരെ അറസ്റ്റ് ചെയ്യും. ചെയ്തിരിക്കുന്നത് പുണ്യപ്രവൃത്തിയൊന്നുമില്ലല്ലോ. സോ ഇവരെത്രയും വേഗം പിടിച്ചേ പറ്റുള്ളൂ. ഇവന്മാരാണെങ്കിൽ രക്ഷപ്പെട്ടിരിക്കുന്നത് യങ്ജു ഒളിച്ചിരിക്കുന്ന ബോട്ടിലാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ല. അപ്പോഴാണ് ലീ ഒരു പ്ലാനും കൊണ്ടുവരുന്നത്. അതാണ് പാരാഗ്ലൈഡിങ്. ഓൾറെഡി അതിൻ്റെ സ്യൂട്ടൊക്കെ ഇങ്ങരുടെ വണ്ടിയിലുണ്ട്. പിന്നെ പറയണ്ടല്ലോ, രണ്ടും കൂടെ പറക്കാൻ ആരംഭിക്കുന്നു. ചങ്സിക്കാണെങ്കിൽ പേടിച്ചില്ലാണ്ടായിട്ടുണ്ട്. ഇയാൾ ആകാശത്തേക്ക് എത്തിയതും കയ്യും കാലുട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പറക്കാൻ വേണ്ടിയിട്ട്. ലൂസിയും ഡോജുണും ഇതൊന്നും അറിയാണ്ട് ഭയങ്കര ഹാപ്പി. അപ്പോഴാണ് യങ്ജു പുറത്തേക്ക് വരുന്നത്. ഇത് കണ്ടേക്ക് ഇവരാണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ആ ഒരു കറക്റ്റ് സമയത്താണ് നമ്മുടെ പിള്ളേര് അങ്ങോട്ടെത്തുന്നതും അവരെ അറസ്റ്റ് ചെയ്യുന്നതും. സോ എല്ലാം സേഫ്. അങ്ങനെ സ്കൂളിലെ മറ്റൊരു കോണ്ടസ്റ്റ്. പേരൻസിന് വേണ്ടി ഇപ്രാവശ്യം 3 ചെയറാണ് ഇട്ടിരിക്കുന്നത്. ചങ്സിക് ആൻഡ് ലീ നല്ല അച്ഛന്മാരുമായി കൂട്ടുകാരുമായി. ആൻഡ് ചങ്സിക് ആറ 2 പേരും ഒന്നിക്കുന്നു. എന്നാൽ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് 4മത്തൊരു ഭാര്യ രംഗത്ത് വരുന്നത്. അതും സാക്ഷാൽ യങ്യാങ്ങിൻ്റെ ഭാര്യ. ഇവളിനി എന്ത് തേങ്ങക്കാണാവോ കെട്ടിയെടുത്തിരിക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാം. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.